പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദിവസം പ്രതി ഓരോരോ പീഡന കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 പീഡന പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ പീഡന പരാതികളിന്മേൽ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മൂന്നാമത് ഒരു പീഡന കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് വിദേശത്ത് താമസിക്കുന്ന ഒരു വനിത, ഭർതൃമതിയായ ഒരു യുവതി, മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയനെ ഇമെയിൽ സന്ദേശം അയച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ ഇമെയിലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ ഗൂഗിൾ മീറ്റ് വഴി മൊഴിയെടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു തെളിവുകളൊന്നുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിലെടുക്കുകയും ആണ് ചെയ്തത് എന്നാണ് നാളിതുവരെയുള്ള ചരിത്രം. എന്നാൽ ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് രാഹുലിന്റെ അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അതായത് തനിക്ക് അതിജീവിതയെ അറിയാം. ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ എല്ലാവരെയും അതിജീവിത എന്നാണല്ലോ പറയുന്നത്. അവരുടെ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്താൻ പാടില്ല. തീർച്ചയായും സാധാരണ ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ ആരിൽ നിന്നെങ്കിലും ഒരു പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവരുടെ മാനാഭിമാനങ്ങൾക്ക് ക്ഷതമേൽക്കുന്ന തരത്തിൽ അവരുടെ വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രമാണം. അത് തന്നെയാണ് ശരി. എന്നാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതിജീവിതയെ തനിക്ക് അറിയാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്യാത്തത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ, അതായത് മൂന്നാമത് കേസ് വരുന്നതിന് മുൻപ് മൂന്നാമത് ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി അയക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന 2 പീഡന പരാതികളുണ്ട്. ഇതിൽ രണ്ടാമത്തെ പീഡന പരാതിയിൽ ഉള്ള പെൺകുട്ടിയെ ഒരു ഹോം സ്റ്റേയിൽ രാഹുലിന് വേണ്ടി എത്തിച്ചു കൊടുത്തത് രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാനാണ്. ഫെനി നൈനാൻ ഓടിച്ച കാറിലാണ് ഈ പെൺകുട്ടിയെ രാഹുലിന്റെ അടുത്തേക്ക് ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു കൊടുത്തത് എന്നാണ് ആ കുട്ടി അന്ന് പോലീസിന് പരാതി നൽകിയിരുന്നത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇവിടെയാണ് പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെട്ടിലാക്കിക്കൊണ്ട് ഫെനി നൈനാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഫെനി നൈനാൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ഞാനാണ് രണ്ടാമത്തെ പെൺകുട്ടി പറയുന്ന തരത്തിൽ അവരെ കാറിലിരുത്തി ഓടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് എത്തിച്ചതെങ്കിൽ, എന്റെ കാറിലാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയതെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്ത് എന്നെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ഫെനി നൈനാൻ തന്റെ FB കുറിപ്പിൽ ചോദിക്കുന്നത്. പോലീസിന് എന്നോട് വ്യക്തിപരമായി മറ്റേതെങ്കിലും താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുത്വമോ ഇല്ലല്ലോ. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടിയെ മറ്റൊരാൾക്ക് ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഡ്രൈവറെ കുറിച്ച് കൃത്യമായ വിവരം അറിയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാതെ വിട്ടത് എന്നാണ് ഫെനി നൈനാൻ തന്റെ FB കുറിപ്പിലൂടെ ചോദിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് കേരള പോലീസിന്റെ നെഞ്ചത്തേറ്റ പിണറായി വിജയൻ എന്ന പോലീസ് വകുപ്പ് മന്ത്രിയുടെ നെറുകിലേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ഫെനി നൈനാൻ തന്റെ FB കുറിപ്പിൽ പറഞ്ഞു പോകുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വിദേശത്ത് താമസിക്കുന്ന ഭർതൃമതിയായ ആ വനിതയെ തനിക്കറിയാം എന്ന് അവർ പറഞ്ഞിരുന്നതായി മനസ്സിലാക്കി മാധ്യമങ്ങളിലൂടെയാണ് മനസ്സിലായത്. ആ സ്ത്രീയെ തനിക്കറിയാം, കാരണം വിദേശത്ത് താമസിക്കുന്ന അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് എനിക്കറിയാം. അവർ KSUവിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 5000 രൂപ സംഭാവന നൽകിയിരുന്നു. 50 കൂപ്പൺ അവർ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൂപ്പൺ അവർ 5000 രൂപ സംഭാവനയായി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കൂപ്പണിന്റെ വിവരങ്ങളും അവർ തന്ന 5000 രൂപയും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഫെനി നൈനാൻ വ്യക്തമാക്കി. 2025 നവംബർ വരെ ഈ പറയുന്ന വനിത താനുമൊത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടെലിഫോണിലൂടെ അവർ വിദേശത്തിരിക്കുമ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. താൻ അവരുമായി സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പീഡിപ്പിച്ച കഥകളൊന്നും ഇവർ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാഹുലുമായി നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് മാത്രമാണ് താൻ മനസ്സിലാക്കിയിരുന്നത്. രാഹുൽ അവരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നുകൂടി ഫെനി നൈനാൻ പറയുന്നു. 2025 വരെ ഈ സ്ത്രീയുമായി താൻ സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറിനും അദ്ദേഹത്തിന്റെ ജൂനിയറായ ശേഖർ സാറിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ അത് കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് തന്റെ വിശ്വാസം എന്നുകൂടി നൈനാൻ തന്റെ FB കുറിപ്പിൽ പറഞ്ഞു പോകുന്നു. മറ്റൊരു കാര്യം കൂടി ഫെനി പറയുന്നുണ്ട്. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളെ ധിക്കരിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റു ചെയ്തതായി താൻ മനസ്സിലാക്കുന്നില്ല. ഇനി ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടതി പരിശോധിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെ തന്നെയാണ് ഫെനി നൈനാൻ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന അതിജീവിതയെ തനിക്കറിയാം, എന്നാൽ താൻ അതിജീവിതയുടെ പേര് ഇവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവനയോട് കൂടി തന്നെയാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്, FB കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന 3 സ്ത്രീകളിൽ രണ്ടാമത്തെ സ്ത്രീയെ അല്ലെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചത്
ഫെനി നൈനാൻ ഓടിക്കുന്ന കാറിലാണ് എന്നാണ് പോലീസിന് ആ പെൺകുട്ടി പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്റെ കാറിലാണ് ആ കുട്ടി ഹോം സ്റ്റേയിൽ എത്തിയത് എന്ന് പോലീസിന് വ്യക്തമായി തെളിവുണ്ട്, അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ള ഫെനി നൈനാന്റെ ചോദ്യം അന്വർത്ഥം തന്നെയാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് ഫെനി നൈനാൻ തന്നെ മറുപടി നൽകുന്നു. തെളിവുകൾ പോലീസിന്റെ കയ്യിലില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ തെളിവില്ലാത്ത കേസും പറഞ്ഞ് വേട്ടയാടാൻ നടക്കുന്നത് എന്ന് തന്നെയാണ് ഫെനി നൈനാന്റെ മനോഗതത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫെനി നൈനാന്റെ ഈ FB കുറിപ്പ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുലിന്റെ അടുത്ത സുഹൃത്തായ ഫെനി നൈനാന്റെ ഇത്തരം വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസുമായി ഏതെങ്കിലും തരത്തിൽ നിയമപരമായി അഭിഭാഷകർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉപയോഗിക്കട്ടെ എന്ന് കണക്കാക്കി തന്നെയാണ് നവംബർ 25 വരെ, അതായത് 2025 നവംബർ വരെ വിദേശത്തുള്ള പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വനിത താനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് കൊടുത്തത് എന്നുകൂടി ഫെനി വ്യക്തമാക്കുന്നു. ഇനിയും ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ചുരുളഴിയാത്ത രഹസ്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന രണ്ടാമത്തെ പെൺകുട്ടി ഫെനി നൈനാൻ ഓടിച്ചിരുന്ന കാറിലാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അത്തരം വിവരങ്ങൾ അറിയാമെന്ന് പറയുന്ന പോലീസ് പിന്നെ എന്തുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യം പോലീസിന്റെ നെറുകിലേറ്റ വലിയൊരു കനത്ത പ്രഹരം തന്നെയാണ്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണമോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമോ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.